പ്രിയമുള്ളവരെ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, നാം ഉണ്ടാക്കിയതെല്ലാം നമുക്ക് വേണ്ടി മാത്രമുള്ളതല്ല. നാം ഉണ്ടാക്കിയതെല്ലാം നമ്മുടെ കഴിവുകൊണ്ട് മാത്രമുള്ളതല്ല. അങ്ങനെയാണെങ്കിൽ കഴിവുള്ള ഒത്തിരി പേര് ലോകത്ത് ജനിക്കുന്നുണ്ട്. കഴിവുകൊണ്ട് മാത്രം ഒന്നും എങ്ങും എത്താൻ പറ്റത്തില്ല. വിദ്യാഭ്യാസം കൊണ്ടോ നമ്മുടെ അച്ഛൻ എന്താ പറയുക ഒരു പ്രശസ്തനായ വ്യവസായി ആയതുകൊണ്ടോ ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഒരു നിലവാരത്തോട് ജീവിക്കാൻ പറ്റുന്ന അവസരം ഉണ്ടാകും എന്ന് വിചാരിക്കുന്നത് തെറ്റാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മുടെ കഠിനാധ്വാനം, അതുകൊണ്ടുണ്ടാകുന്ന അതിന്റെ പ്രതിഫലനം, അത് കിട്ടുന്ന ആ പ്രതിഫലം എന്ന് പറയുന്നത് നമുക്ക് തരുന്നത് ദൈവം തമ്പുരാനാണ്. ദൈവം തമ്പുരാന്റെ കൃപയില്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളുടെ, നമ്മുടെ കുടുംബത്തിന്റെ, നമ്മുടെ സുഹൃത്തുക്കളുടെ, നമ്മുടെ നാട്ടുകാരുടെ പ്രാർത്ഥനയില്ല എങ്കിൽ ഒരു കാലത്തും നമ്മൾ ഒരിടത്തുമെത്തില്ല. അപ്പോ അവരുടെ പ്രാർത്ഥന നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ഒരു ദൈവവും തിരിഞ്ഞു നോക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നമുക്ക് വേണ്ടി മറ്റുള്ളവർ പ്രാർത്ഥിക്കുമ്പോഴാണ് ആ പ്രാർത്ഥനയുടെ ഫലം ദൈവം നമുക്ക് തരുന്നത് എന്ന് എന്റെ ജീവിതത്തിൽ ഉത്തമമായി വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതാണ് അല്ലെങ്കിൽ എന്റെ ഒരു കഴിവുകൊണ്ടോ അല്ലെങ്കിൽ എന്റെ അച്ഛനും അമ്മയും സമ്പാദിച്ചിട്ട് മുതലുകൊണ്ട് ബിസിനസ് ചെയ്ത് ഒന്നും ഞാനിങ്ങനെ ആയുള്ള ആളല്ല. തികച്ചും മറ്റുള്ളവരുടെ പ്രാർത്ഥന അത് മാത്രമാണ് നമ്മുടെ ജീവിതത്തിന് ഒരു എനർജി ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ നമുക്കൊരു സപ്പോർട്ട് ഉണ്ടാക്കുന്നത് വളരെ വ്യക്തമായി വിശ്വസിക്കുന്ന ഒരു ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ ഇതിനെ പറഞ്ഞിരുന്നു, ഇതിനെ ഒരു ലഹരിയായി കാണണം. നമ്മൾ ഉണ്ടാക്കിയതെല്ലാം നമുക്ക് വേണ്ടി മാത്രം മാറ്റിവെക്കാതെ, നമ്മുടെ കഴിവുകൊണ്ട് മാത്രം ഉണ്ടായതാണെന്ന് ധരിക്കാതെ, നമ്മുടെ സമൂഹത്തെ, നമ്മുടെ കൂടെ നിൽക്കുന്നവരെ, അർഹതപ്പെട്ടവരെ, നമ്മുടെ കയ്യിലിരിക്കുന്ന ധനം അല്ലെങ്കിൽ നമ്മുടെ ഇരിക്കുന്ന സമ്പത്ത് അവർക്ക് വേണ്ടി കുറേയൊക്കെ മാറ്റിവെക്കുമ്പോഴാണ് നമ്മുടെ ഈ സമ്പത്തിന് ഒരു വില ഉണ്ടാകുന്നത്. അത് നമ്മൾ അവർക്ക് ദാനം കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ അവർക്ക് നമ്മൾ സംഭാവനയായി കൊടുക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ അത് ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ കൊടുക്കുകയാണെങ്കിൽ, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന്റെ ലഹരി അത് നമ്മൾ അനുഭവിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ള എല്ലാവരോടും ഒരു രൂപയെങ്കിലും ഒരു രൂപ, ഒരു ചിരിയാണെങ്കിൽ ഒരു ചിരി, ഒരു കൈത്താങ്ങാണെങ്കിൽ ഒരു കൈത്താങ്ങ്, അത് കൊടുക്കുമ്പോഴാണ് മനുഷ്യ ജന്മത്തിന്റെ അർത്ഥം വലുതാവുന്നത്. അതിനുവേണ്ടിയാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. ദൈവം ഒരിക്കലും നമ്മളോടൊന്നും ചെയ്യണം എന്ന് പറഞ്ഞല്ല ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത്. നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ തന്നെ കണ്ടുപിടിച്ച് നമ്മൾ ചെയ്യുമ്പോഴാണ് ദൈവം നമ്മളെ നിയോഗിച്ചിരിക്കുന്നത് അതിനാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. എന്നും ഈ കുടുംബവേദി ഇത്രയും വലിയൊരു ഗംഭീരമായ ഒരു സമ്മേളനം നടത്തുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതുപോലുള്ള പ്രഗത്ഭന്മാരെ, പ്രഗത്ഭമോദികളെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ അമ്പലപ്പുഴയിൽ വേറൊരു സാഹചര്യവും ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവരൊക്കെ അമ്പലപ്പുഴക്കാരെ തിരിച്ചറിയുന്നതും അവരുടെ വ്യക്തിത്വങ്ങളെ തിരിച്ചറിയുന്നതും. ഇന്നിപ്പോ നമ്മുടെ ഈ സ്ക്രീനിൽ കണ്ട പല പ്രസന്റേഷനും നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഈ സ്റ്റേജിൽ നിറഞ്ഞിരിക്കുന്ന വ്യക്തിത്വങ്ങൾ ഓരോരുത്തരും അവരുടെ സ്വന്തം കഴിവ് കൊണ്ട്, അവരുടെ സ്വന്തം പ്രയത്നം കൊണ്ട് അവര് എന്താണോ മനസ്സിൽ കണ്ടിരിക്കുന്ന ആ വിഷൻ നടപ്പിലാക്കാനുള്ളതായ അവരുടെ ഒരു ക്രിയാത്മകമായ പ്രവൃത്തിയുടെ ഫലമായി അവരെല്ലാം ഓരോ തലങ്ങളിൽ എത്തിച്ചേർന്നിരിക്കുന്ന വ്യക്തിത്വങ്ങളെയാണ് ഓരോ പ്രാവശ്യവും അമ്പലപ്പുഴ കുടുംബവേദി ഇവിടെ കൊണ്ടുവന്ന് ആദരിക്കുന്നത്.